കൂട്ടുകാരെ, ഞാൻ ഹൃദയ രാജേഷ്. സ്പ്രിംഗ് വാലി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ഉത്സവമായ പൊന്നോണം വന്നെത്തിയിരിക്കുന്നു. മഹാബലി എന്ന അസുര ചക്രവർത്തിയുടെയും മഹാവിഷ്ണുവിന്റെ വാമനാവതാരത്തെയും കുറിച്ചുള്ള ഐതിഹ്യമാണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ മുറ്റത്ത് പൂക്കളവും ഇട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളും ഉണ്ടാക്കി മഹാബലിയുടെ വരവും കാത്തിരുന്ന് സന്തോഷത്തോടെ പാട്ടുപാടിയും നൃത്തം വെച്ചും നമ്മൾ ഓണം ആഘോഷിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ COVID-19 എന്ന മഹാവ്യാധിയെ ചെറുത്തു തോൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആഘോഷങ്ങളിൽ ചില പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. പൂക്കോട്ടയം കഴുത്തിലിട്ട് പൂപ്പാട്ടും പാടി കുന്നുകൾ കയറിയിറങ്ങി തുമ്പപ്പൂ, വേലിപ്പൂ, അരിപ്പൂ തുടങ്ങിയ പൂക്കൾ പറിച്ചെടുത്ത് മുറ്റത്ത് പൂക്കളം ഇട്ടിരുന്ന ഒരു കാലത്തെക്കുറിച്ച് മുത്തശ്ശൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ചെട്ടിപ്പൂ, ജമന്തിപ്പൂ തുടങ്ങിയ പൂക്കളെ വിലക്കി വാങ്ങാണ് പൂക്കൾ ഇടുന്നത്. പുതിയ വസ്ത്രങ്ങൾ ധരിക്കുവാനും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുവാനും വിനോദയാത്രയ്ക്ക് പോകാനുമുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നതിലേക്ക് മാത്രമായി ഇക്കാലത്തെ ഓണാഘോഷം ഒതുങ്ങിപ്പോകുന്നു. മഹാബലി എന്ന അസുര ചക്രവർത്തിയുടെ സദ്ഭരണകാലം പോലെയാണോ ഇക്കാലത്തെ രാജ്യഭരണം? അഴിമതി, ആക്രമം, കള്ളക്കടത്ത് തുടങ്ങിയ എത്രയോ ദുർവൃത്തികൾ ഇപ്പോഴും നടന്നു വരുന്നു. വൈദ്യശാസ്ത്രം ഒരുപാട് വികസിച്ചെങ്കിലും COVID-19 പോലുള്ള മഹാവ്യാധികൾ കാരണം ലക്ഷക്കണക്കിന് ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ധനമോഹം കാരണം പരസ്പരം കലഹിക്കാനും കഴുത്തറക്കാനും വരെ ചിലരെങ്കിലും ഒരുങ്ങുന്നില്ലേ? പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പോരായ്മ കാരണമാണ് മ്യാൻമറിൽ ഉരുൾപൊട്ടൽ കാരണം ധാരാളം ജീവൻ നഷ്ടപ്പെട്ടത്. അതിവൃഷ്ടി കാരണം കൃഷിനാശം കൊണ്ട് എത്രയോ കുടുംബങ്ങൾ പട്ടിണിയിലായി. വീടുകളിൽ വെള്ളം കയറി. ഒരുപാട് പേർക്ക് താമസസ്ഥലം മാറ്റേണ്ടി വന്നു. ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ വീണ്ടും സന്തോഷത്തോടെ മഹാബലിയുടെ സദ്ഭരണ കാലത്തെക്കുറിച്ച് ഓർക്കുന്നു. നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാകട്ടെ ഇത്തവണത്തെ ഓണാഘോഷം. COVID-19 എന്ന മഹാവ്യാധിയിൽ നിന്നും ലോകം എത്രയും പെട്ടെന്ന് മുക്തരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതിനായുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും എല്ലാ കൂട്ടുകാർക്കും എന്റെയും നമ്മുടെ വിദ്യാലയത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. Dear students, parents, colleagues, and the respected members of the management committee, this year we are celebrating Onam in the midst of the pandemic COVID-19 from within the 4 walls of our home for the safety of human race. Since we couldn't celebrate Onam this year physically, we have decided to celebrate it virtually. As you all know, Onam is celebrated in welcoming Maveli home. He symbolizes the qualities like generosity, equality, prosperity, humility, and so on. Now let us all welcome these qualities into our home and into each one of us to fight this difficult situation and the times to come. Today we have with us a special guest who is known to all of us and who has served our school for a long. We have with us our dear Panika sir to deliver the Onam message. And I take this opportunity to thank him for accepting our invitation in giving the Onam message and for being the part of this virtual celebration. Children, this year let us all celebrate Onam from within the 4 walls of our home. Okay? I wish you all a very safe, serene, happy and prosperous Onam. Thank you. സ്പ്രിംഗ് വാലി സ്കൂളിലെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷൈനി മിസ്സിനും വൈസ് പ്രിൻസിപ്പൽ മണികണ്ഠൻ സാറിനും ജെ പി സാറിനും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകന്മാർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ വർഷം ഞാൻ അവിടെ വന്നു പൂക്കളമൊക്കെ നോക്കി മാർക്കിട്ട് കൊടുത്തു. തിരുവോണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി
അല്പസമയം സംസാരിക്കാൻ എനിക്ക് അവസരം തന്നു. ഇതിലൊക്കെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എൻ്റെ അധ്യാപക ജീവിതത്തിലെ 25 വർഷം പിന്നിട്ട വിദ്യാലയമാണ് സ്പ്രിംഗ് വാലി സ്കൂൾ. 33 വർഷം ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്തു, 25 വർഷം ഇവിടെയും, 58 വർഷം തുടർച്ചയായിട്ട് അധ്യാപനം നടത്താനുള്ള ഭാഗ്യവും ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്കത് സാധിച്ചത്. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസം ഓണാഘോഷത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം ഓണം ആഘോഷിക്കുകയാണ് കേരളമെമ്പാടുമുള്ള ജനങ്ങൾ. അതിന് ഒരു കാരണമുണ്ട്. എന്താണത്? അസുരചക്രവർത്തിയായിട്ടുള്ള മഹാബലി കേരളം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെപ്പറ്റി വിവരിച്ചുകൊണ്ട് അന്നൊരു കവി പാടി, മാവേലി നടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പാറയും ചെറുനഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ആധികൾ വ്യാധികളൊന്നുമില്ല ബാലമാരണങ്ങൾ കേൾപ്പാനില്ല. എന്തൊരു നല്ല ഭരണം! അസുര ചക്രവർത്തിയാണ് മഹാബലി. എന്നാലും ജനങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി സേവനം നടത്തുകയും കള്ളവും ചതിയും എല്ലാം ഉപേക്ഷിക്കുകയും എല്ലാവർക്കും സുഖപ്രദമായ ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത അസുര ചക്രവർത്തി. ഇനി എന്തേ മഹാവിഷ്ണു വാമന രൂപത്തിൽ വരാൻ കാരണം എന്തേന്ന് ചോദിച്ചാൽ കാരണമുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക വികാരം അല്ലെങ്കിൽ സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണത്? എല്ലാ രാജ്യങ്ങളും തൻ്റെ കീഴിലായി വരണം. അധികാര ദുർമോഹം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ രാജ്യങ്ങളും എൻ്റെ സൽഭരണത്തിന് കീഴിൽ വരണം. സ്വർഗരാജ്യത്തിലെ ദേവേന്ദ്രൻ ഇത് കേട്ട് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ വന്ന്, ഇതാ ഒരു അസുര ചക്രവർത്തി ഭൂമിയിൽ വന്നിരിക്കുന്നു, എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിലാക്കണമെന്നുള്ള അധികാര ദുർമോഹവുമായിട്ടാണ് അഹങ്കാരമൂർത്തിയായിട്ടുള്ള ആ മനുഷ്യൻ നിൽക്കുന്നത്. അയാളുടെ അഹങ്കാരം ശമിപ്പിക്കണം, അതിനങ്ങെന്താ വഴിയും കാണണം എന്ന് പറഞ്ഞു ഭഗവാൻ കുറച്ചു നേരം ആലോചിച്ചു. ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത് തന്നെ വാമന രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടും, 3 അടി മണ്ണ് ചോദിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനുള്ള മാർഗമുണ്ടാവും. നിങ്ങൾക്കൊന്നും നിങ്ങളുടെ ഭരണത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ തീർച്ചയായും അടുത്ത് തന്നെ അവതാര സ്വരൂപിയായിട്ട് വാമന രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞു. പറയുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ അടുത്ത് വാമന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ എന്താ വന്നതെന്ന് ചോദിച്ചു ഭഗവാനോട്. അയ്യോ, എനിക്ക് ഭഗവത് ധ്യാനം അല്ലെങ്കിൽ ഭഗവാനെ നമസ്കരിക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഒരു 3 അടി മണ്ണ് വേണം. എവിടെയാണ് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അളന്നെടുത്തോളാൻ പറഞ്ഞു. പെട്ടെന്നതാ അദ്ദേഹം ആകാശം മുട്ടേ വളരുന്നു ആ വാമനൻ. അപ്പോൾ തന്നെ മഹാബലിക്ക് ഏതാണ്ട് മനസ്സിലായി, ഇത് സാധാരണ മനുഷ്യനല്ല, എന്നെ പരീക്ഷിക്കാൻ തന്നെ വന്നതാണ്. സ്വർഗവും ഭൂമിയും 2 ലോകവും അളന്നു.
മൂന്നാമത്തെ അടി ഞാൻ എവിടെ വെക്കേണ്ടതെന്ന് ചോദിച്ചു ചക്രവർത്തിയോട്. അദ്ദേഹം ശിരസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ ശിരസിൽ കാൽ വെച്ച് ചവിട്ടി താഴ്ത്തി എന്നൊക്കെയാണ് മലയാളം പാഠപുസ്തകത്തിൽ എഴുതി വെച്ചത്. ഒരിക്കലും ചവിട്ടി താഴ്ത്തിയിട്ടില്ല അദ്ദേഹത്തെ. ഇത്ര നല്ലൊരു മനുഷ്യനെ ആരാ ചവിട്ടി താഴ്ത്തുക? പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊക്കെ ചില പുസ്തകങ്ങളിലൊക്കെ എഴുതി കണ്ടു. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മളുടെ ഇതിഹാസ ഗ്രന്ഥമായിട്ടുള്ള മഹാഭാരതത്തിൽ വാമനാവതാരത്തെ പറ്റി പറയുന്നുണ്ട്. അനുഗ്രഹിക്കുക ചെയ്ത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സൽഭരണം കാഴ്ചവെക്കേണ്ട ഒരു സ്ഥലമുണ്ട്. സുതലം എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. അവിടേക്ക് പോവുക. എന്നിട്ട് അവിടെ സൽഭരണം കാഴ്ചവെക്കുക. എന്നാൽ എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങളോട്. എന്താ അപേക്ഷ? എനിക്ക് കൊല്ലത്തിലൊരിക്കലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, അല്ലെങ്കിൽ എന്നെ ആശ്രയിച്ച് ജീവിച്ചിട്ടുള്ള ജനങ്ങളെ കാണാനൊരു അവസരം തന്നെ. ഓ ആയിക്കോട്ടെ. ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം അവിടുന്ന് എല്ലാ ഗ്രഹങ്ങളിലും വന്ന് പ്രജകളെ കാണാൻ ഇടവരട്ടെ എന്നും പറഞ്ഞു. ഭഗവാൻ അനുഗ്രഹിച്ചു. ഉടനെ അന്തർധാനം ചെയ്യുകയും ചെയ്തു. എന്താണ് അത്തം മുതൽ 10 ഓണം വരെ ആഘോഷിക്കുന്നത്? 10 ദിവസം. ഏത് ദിവസമാണ് വരാന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഒരു ദിവസം ഈ എല്ലാ വീടുകളും സന്ദർശിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏത് ദിവസമായാലും തർക്കമില്ല, വന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ജനങ്ങൾ അത്തം മുതൽ തിരുവോണം വരെ. ഇത് പറഞ്ഞാൽ മനസ്സിലാവും, കുട്ടികൾക്കൊന്നും അറിയില്ല. അത്തം എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്, തിരുവോണം എന്ന് പറഞ്ഞ നക്ഷത്രമാണ്. അത്തം മുതൽ തിരുവോണം വരെ പിഴയ്ക്കാതെ എണ്ണാൻ കഴിയുമോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നില്ല. ചിലർക്കൊക്കെ അറിയും. അത്തം, ചിത്ര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ടക, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം. 10 ദിവസം. നക്ഷത്രത്തിനെ പറ്റി വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയിലൊക്കെ പ്രവേശിച്ച് വിവാഹം എന്നൊരു ചടങ്ങ് വരും നിങ്ങൾക്ക്. ആ സമയത്ത് രക്ഷിതാക്കന്മാർ അവൻ്റെ നക്ഷത്രം എന്താ, അവളുടെ നക്ഷത്രം താൻ ചോദിക്കും. അപ്പോൾ എല്ലാവരും നക്ഷത്രത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി വെക്കണം. ആകെ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്നറിയോ നിങ്ങൾക്ക്? അതൊന്നും വെച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ചിലർക്കറിയും. 27 നക്ഷത്രങ്ങളാണ് ആകെ, അശ്വതി മുതൽ രേവതി വരെ. ഇതും മനസ്സിലാക്കി വെക്കണം. ഓരോരുത്തരുടെയും നക്ഷത്രം അവരവർക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെ ഗംഭീരമായിട്ടാണ് ഓണാഘോഷിക്കുന്നത്. പക്ഷേ അതിന് പല തടസ്സങ്ങളും വന്നു കഴിഞ്ഞിരിക്കുന്നു. കരിപ്പൂർ വിമാനത്തിൽ ഒരു വിമാനം തകർന്നു വീണ സംഭവം, മൂന്നാറിലെ പെട്ടിമുടി തന്നെയല്ലേ, ആ സ്ഥലത്ത് ഒരു ഭയങ്കര ഉരുൾപൊട്ടൽ. 70 മനുഷ്യജീവനാണ് അവിടെ ആത്മനിർവൃതി അല്ലെങ്കിൽ ആത്മാർപ്പണം ചെയ്യപ്പെട്ടത്. എന്തൊരു കഥയാണ്. അതുപോലെ തന്നെ കോവിഡ് എന്ന മഹാരോഗം ഏത് സമയത്താണ് നമ്മളെ കടന്നു പിടിക്കാൻ വെച്ചില്ല. ഒരാളോട് മിണ്ടാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല, മുഖം മൂടി മാസ്ക് ഇട്ട് പോകണം, ഇല്ലെങ്കിൽ അപകടം. ഇങ്ങനെയൊക്കെ ആയ ഒരു സന്ദർഭത്തിലും കുട്ടികളും മുതിർന്നവരും എല്ലാവരും വീട്ടിലൊത്തുകൂടി മുറ്റത്ത് വർണ്ണശബളമായ തരത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള പൂക്കളമൊരുക്കി നമ്മുടെ ജനങ്ങൾ തിരുവോണത്തിന് എല്ലാ കൊല്ലവും നല്ല വസ്ത്രം ധരിച്ച്, പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഓണം ഇയാളുടെ, അതായത് മഹാബലിയുടെ വരവും കാത്ത് നിൽക്കുന്ന ഒരു കാഴ്ച എല്ലാ വർഷത്തിലും ഈ ഓണാഘോഷം നടത്താൻ നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ സമയം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഓണാഘോഷത്തിൻ്റെ കാര്യങ്ങൾ പറയാനൊരു അവസരം തന്നതിന് സ്കൂൾ അധികൃതർക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.
ഓണം വന്നേ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കൊടിയെടുത്തല്ലോ ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ല വീട്ടിലിരുന്നാൽ സന്ധ്യ വരും മുമ്പ് ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ സന്ധ്യ വരും മുമ്പ് ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ ഓണം വന്ന് ഊഞ്ഞാലിട്ടല്ലോ കൊടിയെടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ല വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പ് ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ സന്ധ്യ വരും മുമ്പ് ഉണ്ണി പന്ത് കളിക്കണ്ടേ. താങ്ക് യു. ഐ ആം കശ്യപ്. പൂമുല്ലക്കോടിയുടുക്കേണം പൊൻവള വേണം പൊന്നൂഞ്ഞാലാടിപ്പാടേണം. പൂമുല്ലക്കോടിയുടുക്കേണം പൊൻവള വേണം പൊന്നൂഞ്ഞാലാടിപ്പാടേണം. ചിന്തൂരച്ചാന്തും വേണം തുളസിപ്പൂ വേണം ചിന്തൂരച്ചാന്തും വേണം തുളസിപ്പൂ വേണം. ഇന്നല്ലോ പെണ്ണിനു കല്യാണം പൂത്തിരുവോണം പൂമുല്ലക്കോടിയുടുക്കേണം പൊൻവള വേണം പൊന്നൂഞ്ഞാലാടിപ്പാടേണം. കന്നിനിലാവിൻ കുമ്പിളുമായി പോരുവതാരോ വെൺപ്രാവോ നിന്നെയുറക്കാൻ നെറുകിൽ തലോടാൻ നിന്നെയുറക്കാൻ നെറുകിൽ തലോടാൻ പൊൻവീണ പോൽ പാടുവാൻ ഇനി ഞാനില്ലേ. പൂമുല്ലക്കോടിയുടുക്കേണം പൊൻവള വേണം പൊന്നൂഞ്ഞാലാടിപ്പാടേണം. മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അമുദത്തോട് വസിക്കും കാലം ആപത്തെങ്ങാർക്കും മുട്ടില്ല താനും. അതികളൊന്നുമില്ല
കൂട്ടുകാരെ, ഇന്നൊരു ഓണപ്പാട്ടായാലോ? പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാ തുമ്പി. പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാ തുമ്പി. പൊന്നോണം വന്നല്ലോ, അത്തം വന്നു പിറന്നല്ലോ. നീ വെറുതെ പോകരുതേ, ഓണമൊരുക്കാൻ വാ തുമ്പി. പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാ തുമ്പി. അത്തം പത്തിനു പൊന്നോണം, പുത്തൻ കോടിയൊടുക്കേണം. ഉപ്പേരി പപ്പടവും പുത്തരിയൂണും ഉണ്ണീണം. പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാ തുമ്പി. ചക്കരമാവിൻ ചെല്ലകളിൽ ഊഞ്ഞാലാടി രസിക്കേണം. ചക്കരമാവിൻ ചില്ലകളിൽ ഊഞ്ഞാലാടി രസിക്കേണം. മാവേലി മന്നന്റെ ഓണപ്പാട്ടുകൾ പാടേണം. പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാ തുമ്പി. പൊന്നോണം വന്നല്ലോ, അത്തം വന്നു പിറന്നല്ലോ. നീ വെറുതെ പോകരുതേ, ഓണമൊരുക്കാൻ വാ തുമ്പി. പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാ തുമ്പി. നന്ദി. ഓണം പൊലി 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 പൂപ്പൊലിയോണം, ഇതു മനസ്സുകൾ നിറയുമൊരോണം. തിരുവോണം പൂവിളിയോണം, ചെറുകിളിയുടെ പാട്ടും. പൂവായ പൂവെല്ലാം ഒന്നിച്ചൊരുങ്ങി, തൂമുല്ല പൂവിങ്ങണിഞ്ഞൊരുങ്ങി. പൂവായ പൂവെല്ലാം ഒന്നിച്ചൊരുങ്ങി, തൂമുല്ല പൂവിങ്ങണിഞ്ഞൊരുങ്ങി. പൂപ്പൊലിപ്പാട്ടിൻ നീളം നിറഞ്ഞു, അത്തം പത്തിന് പൊന്നോണം. പൂവായ പൂവെല്ലാം ഒന്നിച്ചൊരുങ്ങി, തൂമുല്ല പൂവിങ്ങണിഞ്ഞൊരുങ്ങി. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ. ഓണത്തപ്പൻ വിരുന്നിനെത്തും നാളു വന്നല്ലോ. ഊഞ്ഞാലിട്ടല്ലോ, പൊന്നൂഞ്ഞാലിട്ടല്ലോ. ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഊഞ്ഞാലാടാലോ, പൊന്നൂഞ്ഞാലാടാലോ. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ. തിരുവോണം വന്നല്ലോ. തുമ്പക്കുടങ്ങൾ കാച്ചിലുലഞ്ഞി, തുമ്പികൾ ചുറ്റും പാറി പറന്ന്. തുമ്പക്കുടങ്ങൾ കാച്ചിലുലഞ്ഞി, തുമ്പികൾ ചുറ്റും പാറി പറന്ന്. പുത്തനുടുപ്പിട്ട് പുത്തരി ചോറുണ്ടി, ഓണം ഒരുങ്ങാലോ, പൊന്നോണം ഒരുങ്ങാലോ. പുത്തനോടുപ്പിട്ട് പുത്തരി ചോറുണ്ടി, ഓണം ഒരുങ്ങാലോ, പൊന്നോണം ഒരുങ്ങാലോ. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ. തിരുവോണം വന്നല്ലോ. ആവണി മാസം വന്നു പിറന്ന്, അമ്പിളി മാമൻ നത്തം ചമഞ്ഞ്. ആവണി മാസം വന്നു പിറന്ന്, അമ്പിളി മാമൻ നത്തം ചമഞ്ഞ്. കുഞ്ഞിക്കാളിപ്പാട്ടം കൊണ്ടിനി നമുക്ക് ഓണം കളിക്കാലോ, പൊന്നോണം കളിക്കാലോ. കുഞ്ഞിക്കാളിപ്പാട്ടം കൊണ്ടിനി നമുക്ക് ഓണം കളിക്കാലോ, പൊന്നോണം കളിക്കാലോ. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ.
ഓണത്തപ്പൻ വിരുന്നിനെത്തും നാളു വന്നല്ലോ. ഊഞ്ഞാലിട്ടല്ലോ പൊന്നൂഞ്ഞാലിട്ടല്ലോ. ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഊഞ്ഞാലാടാലോ പൊന്നൂഞ്ഞാലാടാലോ. ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ. തിരുവോണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. നന്ദി, നമസ്കാരം. ദേവാംഗന ബൈജു. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മലയാളിയുടെ ദേശീയ ഉത്സവമാണ് ഓണം. അത്തം 10-ന് പൊന്നോണം. അത്തം കറുത്താൽ ഓണം വെളുക്കും. ഓണം ചരിമറിഞ്ഞല്ലോ. കൂട്ടുകാരെ വിട്ടിരിക്കാലോ. സന്ധ്യ വരും മുമ്പേ പന്ത് കളിക്കണ്ടേ. സന്ധ്യ വരും മുമ്പേ പന്ത് കളിക്കണ്ടേ. നന്ദി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി. പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. Thank you.
കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവളകാതില ചാത്തിയില്ലേ കോടിയുടുത്തിയിലേ കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവളകാതില ചാത്തിയില്ലേ കോടിയുടുത്തിയിലേ. നമസ്കാരം. മഹാബലിയുടെ കഥ തിരുവാതിരപ്പാട്ടിൽ നമുക്കൊന്ന് കേട്ടാലോ? മാവേലിയൊരു നാൾ നേരം വേളുത്താൽ ആയിരത്തെട്ടോദാന ധർമ്മത്തെ വാരി കോരി കൊടുക്കുന്നു. മാലോകരാനന്ദം പോകുന്നു. ഞാനും ഇന്നവിടേക്കു ചെന്നാൽ എനിക്കും പൊന്നമ്പലം പണിയാൻ മൂവടിദാനം ചെയ്യുമല്ലോ ധർമ്മിഷ്ഠനാം മഹാബലി മന്നൻ എന്നു തന്റെ തിരുമനസ്സിൽ നിരൂപിച്ചു നാരായണൻ. പുലിതൂകൾ മാന്തോലും ധരിച്ച് കമണ്ടലു തൂക്കി കൈയിൽ പിടിച്ച് വെൺമേഴുമാം തിരകോലുമേന്തി തിരുനക്കപ്പിള്ളയാരാണ്ടവേഷം നിരവും ധരിച്ച മാബലി തന്റെ തിരുമുമ്പിൽ ചെന്നു നിന്നു. ഹരോ ഹരോ ശിവ ശങ്കരരെ ശിവോ ശിവ എന്നു നൃത്തം ചെയ്തു. തിരുനൃത്തം കണ്ടിരുന്ന മാബലി മനം തെളിഞ്ഞു പറഞ്ഞു, എങ്കിലോ കേൾക്കന്റെ നൃത്തപ്പിള്ളേ, നിനക്കു ഞാൻ ആടകളാഭരണം പൊന്നോ പണമോ പദവികളോ എന്തു ഞാൻ ഇന്നേരം നൽകിയിടേണ്ടു. വേണ്ട എനിക്കു നിന്നാഭരണം പൊന്നോ പണമോ പദവികളോ പൊന്നമ്പലമൊന്നു കൈപ്പണിയാൻ മൂവടി മണ്ണു തരിക വേണം. എങ്കിലൊക്കെ എന്റെ നൃത്തപ്പിള്ളേ 7.5 കോടിയോ ജനഭൂമി ഞാൻ ഭരിച്ചിടുന്നു കാട്ടിടുന്നു. അതിലൊരു മൂവടി അളന്നെടുക്ക. മൂലോകം മാധവൻ സ്വന്തമാക്കി മാബലിയെ താട്ടി പാതാളത്തിൽ. ചിങ്ങമാസത്തിരുവോണ നാളിൽ ജനങ്ങളെ കാണാൻ അനുവദിച്ചു. ചിങ്ങമാസത്തിരുവോണ നാളിൽ ജനങ്ങളെ കാണാൻ അനുവദിച്ചു. നന്മയുള്ള നാളുകൾ ഓണനാളുകൾ, ചിങ്ങമാസ നാളുകൾ ഓണനാളുകൾ, പൂപ്പറയ്ക്കാം പഴമൊരുക്കാം ഓണനാളുകൾ, കാത്തിരിക്കാം മാവേലിയെ ഓണനാളുകൾ. നന്ദി, നമസ്കാരം. ചിങ്ങനിലാവേ എന്റെ പൊന്നു നിലാവേ, നിന്നെ കുന്നോളം പൊന്നോളം കണ്ടു കൊതിച്ചോട്ടെ. അത്തം പൂത്തല്ലോ നമ്മളു ഞാലിട്ടല്ലോ, നാടാകെ പൂക്കൾ നുള്ളിപ്പൂക്കളമിട്ടല്ലോ. നെല്ലോരപ്പാടത്ത് പുന്നാരം ചൊല്ലി ചൊല്ലി കണ്ണാരം പൊത്തിക്കളിക്കാൻ തുമ്പികൾ വന്നല്ലോ. പൊന്നോണത്തുമ്പികൾ വന്നല്ലോ. ചിങ്ങനിലാവേ എന്റെ പൊന്നു നിലാവേ, നിന്നെ കുന്നോളം പൊന്നോളം കണ്ടു കൊതിച്ചോട്ടെ. മുക്കുറ്റിപ്പൂവിൻ കാതിൽ കിന്നാരം മൂളിപ്പാടിപ്പാറി നടക്കും കുഞ്ഞിക്കാറ്റേ. മുക്കുറ്റിപ്പൂവിൻ കാതിൽ കിന്നാരം മൂളിപ്പാടിപ്പാറി നടക്കും കുഞ്ഞിക്കാറ്റേ. നിന്നെ കിളി കൂട്ടും ഓണപ്പൂവോ ചിങ്ങനിലാവോ, നിന്നെ കിളി കൂട്ടും ഓണപ്പൂവോ ചിങ്ങനിലാവോ. ചിങ്ങനിലാവേ എൻ്റെ പൊന്നു നിലാവേ, നിന്നെ കുന്നോളം പൊന്നോളം കണ്ടു കൊതിച്ചോട്ടെ. പൂവേ പൊലിപ്പൂവേ പൂവേ പൊലിപ്പൂവേ, കുരുത്തോല പന്തലിട്ട് പറന്നാഴി വച്ചു നിറച്ച
നിറച്ച് നാട്ടുപെണ്ണിൻ പാട്ടൊരുക്കി കൂടൊരുക്കി കുരുത്തോല പന്തയിട്ട് പറന്നാഴി വച്ചു നിറച്ച് നാട്ടുപെണ്ണിൻ പാട്ടൊരുക്കി കൂടൊരുക്കി. ചിങ്ങ നിലാവേ എൻ്റെ പൊന്നു നിലാവേ നിന്നെ കുന്നോളം പൊന്നോളം കണ്ടു കൊതിച്ചോട്ടെ, നിന്നെ കുന്നോളം പൊന്നോളം കണ്ടു കൊതിച്ചോട്ടെ. ഓണപ്പുലരി തൻ തിരുമുല്ല കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേറുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാട പൂക്കു നിന്ന് ഉച്ചിയിൽ പൊൻവെയിൽ ഇത്തിരി പൊന്നൊരുക്കി ഇത്തിരി പൊന്നൊരുക്കി ഓടി മുണ്ടും ഒടുത്തും കൊണ്ടോടി നടക്കുന്ന കോമള ബാലനാമോണക്കിളി ഓണക്കിളി ഓണക്കിളി തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമറിഞ്ഞൊരുങ്ങി തിരുമേനിയേഴുന്നുള്ള സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രീ ONV കുറുപ്പ് എഴുതിയ ഒരു വട്ടം കൂടിയൻ എന്ന കവിതയാണ്. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം, സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം, നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്തു മധുരമെന്നോതുവാൻ മോഹം, എന്തു മധുരമെന്നോതുവാൻ മോഹം.
ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടു കേട്ടെതിർപ്പാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കയുച്ചത്തിൽ കൂവും കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങിപ്പറന്നു പോം പക്ഷിയോടരുതേ എന്നോതുവാൻ മോഹം. അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. നന്ദി. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതിയുയരുന്നൊരു ഉറവിൻ നിനവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ പനി സഗനി സപനി മപഗമ പനി പമഗ സഗമ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതിയുയരുന്നൊരു ഉറവിൻ ദിനമാം കതിരോണം. തുമ്പപ്പൂച്ചോലകളും മുക്കുറ്റിക്കാടുകളും പൂവിളിയാൽ പുലരുന്നൊരു ഉത്സവനാള്. തിരുവാതിരയായി തിരനോട്ടവുമായി മനസ്സിൽ കൊതിയേറാനായി ഓണനിലാവ്. വള്ളം കളിയായി പൊന്നോണം പാട്ടുമായി അത്തം പത്താനും നാൾ പൊട്ടിരുന്നാള്. പൊന്നാനം മാറവേൽ ഗുണമാറ്റം കാണും നാട് പുലിയായി നരിയായി മാറും ഗമപനി മമഗ സഗമ. എന്നും കൂടുന്നൊരു നാടിന്റെ ശിരാണിയോണെന്നാണ്. വഞ്ചിപ്പാഞ്ചീനത്തിൽ തുഴയുന്നൊരു ചുണ്ടന്റെ താളത്തിൽ പാടും നാട്. മായാതുള്ളിൽ തെളിയുന്നൊരു നാടിന്റെ മണമാണിയോണെന്നാണ്. മറയാതൊരു കോണിൽ നിറമാടുന്നൊരു മധുവായി ഉണരും പുതുതോളോട്. തെളിയും ആഘോഷം മാർപ്പു വിളിച്ചെമ്മാനം നിറയുമ്പോൾ ആവേശം അലതല്ലും നാള്. പൂവേ പാഴ്ത്താരി ചേർന്നൊരു പാട്ടൊന്നു പാടാം. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ. വന്നേ പോയി ഓണം പൊന്നോണം. ഓലക്കുട ചൂടി മാവേലി വന്നേ. ഓണപ്പൂവേ തുമ്പപ്പൂവേ നീ വാ വാ. ഓണക്കുട ചൂടി മാവേലി വന്നേ. ഓണപ്പൂവേ തുമ്പപ്പൂവേ നീ വാ വാ. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ. വന്നേ പോയി ഓണം പൊന്നോണം.
വാ പൂവേ ഓടി വാ പൂവേ പാടരുതേ തിരുവോണമായില്ലേ. വാ പൂവേ ഓടി വാ പൂവേ പാടരുതേ തിരുവോണമായില്ലേ. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. സ്പീക്കർ എടുത്ത് വെച്ചോളും. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്. മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിൻ്റഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. പാടത്തെ പാട്ടിൽ നിന്നോർത്തെടുക്കാം ഈണങ്ങൾ. മേടത്തിൽ ചിങ്ങത്തിൽ പൂത്തിറങ്ങും വർണ്ണങ്ങൾ. എണ്ണിത്തീരുന്നെങ്കിൽ കഥകൾ നിറയും പല മട്ടുക്കും പാട്ടുകൾ പാടിത്താ. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്. മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. തേരാറ്റിൻ തീരത്തെ പമ്പയാറ്റിനോരത്തെ പൂന്തോപ്പിൽ മാങ്കാവിൽ നാളികേരത്തോട്ടത്തിൽ തത്തി പോകും പൂങ്കാറ്റേ. രുചികൾ പടരും മരുതപ്പാട്ടിൻ വീട്ടുകൾ മൂളിത്താ. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്. മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. വാ പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയോണം പൊന്നോണം. വാ പൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയോണം പൊന്നോണം. പൂവിളി പൊൻവിളി നീയത് കേട്ടോ പൂത്തു നിൽക്കുന്നൊരു പുന്നാരപ്പൂവേ. പൂവിളി പൊൻവിളി
വാപൂവേ വാപൂവേ ഊഞ്ഞാലിലാടാൻ വന്നിരുന്നാടടി പൊന്നോണപ്പൂവേ. വാപൂവേ വാപൂവേ ഊഞ്ഞാലിലാടാൻ വന്നിരുന്നാടടി പൊന്നോണപ്പൂവേ. വാപൂവേ വാപൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയോ ഓണം പൊന്നോണം. വാപൂവേ തുമ്പി തുള്ളി കളിച്ചിടാൻ വന്നെങ്കിൽ നിന്നൊപ്പം ഞാനും ഒന്നാടാം. വാപൂവേ തുമ്പി തുള്ളി കളിച്ചിടാൻ വന്നെങ്കിൽ നിന്നൊപ്പം ഞാനും ഒന്നാടാം. വാപൂവേ വാപൂവേ വാ തുമ്പപ്പൂവേ വന്നേ പോയോ ഓണം പൊന്നോണം. വാപൂവേ വാപൂവേ പുന്നാരപ്പൂവേ വാഴ്ത്താരി ചേർന്നൊരു പാട്ടൊന്നു പാടാം.
പാലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. പാലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെതാമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. മാലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനി മകളായാൽ അടക്കം വേണം. നാടായാൽ നൃപ്പൻ വേണം, അരികെ മന്ത്രിമാർ വേണം, നാടായാൽ മൃഗം വേണം, അരികെ മന്ത്രിമാർ വേണം, നാടിന് ഗുണമുള്ള പ്രജകൾ വേണം. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു, യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു, ൂണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു. പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു, പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു, പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു. മനുഷ്യരെല്ലാരും ഒന്നുപോലെ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആധികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല ആധികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാൺമാനില്ല ദുഷ്ടരെ
മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ലതാനും ആപത്തങ്ങാർക്കു മുട്ടില്ലതാനും തിരുവാമണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാമണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാമണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ
കരങ്ങൾ മറ്റൊന്നുമില്ല. ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല. നല്ലവരല്ലാതെയുള്ള കാര്യം മാവേലി നാടുവാനിടം കാലം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പൊലി 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 പൂപ്പൊലിയോണം, ഇതു മനസ്സുകൾ നിറയുമൊരോണം. തിരുവോണം പൂവിളിയോണം, ചെറുകിളിയുടെ പാട്ടും. പൂവായ പൂവെല്ലാം ഒന്നിച്ചൊരുങ്ങി, തൂമുല്ല പൂവിങ്ങണിഞ്ഞൊരുങ്ങി. പൂവായ പൂവെല്ലാം ഒന്നിച്ചൊരുങ്ങി, തൂമുല്ല പൂവിങ്ങണിഞ്ഞൊരുങ്ങി. പൂപ്പൊലിപ്പാട്ടിൻ നീളം നിറഞ്ഞു, അത്തം പത്തിന് പൊന്നോണം. പൂവായ പൂവെല്ലാം ഒന്നിച്ചൊരുങ്ങി, തൂമുല്ല പൂവിങ്ങണിഞ്ഞൊരുങ്ങി.
മാടി വിളിക്കൂ ഇതാ ഇതാ ഇതാ. മിന്നും വീണ പൊൻകൊടി പൊള്ളോൻ പൊന്നിൻ മൺകുടവും. മിന്നും വീണ പൊൻകൊടി പൊള്ളോൻ പൊന്നിൻ മൺകുടവും. സ്വരരാഗങ്ങളിലുരുകി വരും അമൃതം പകരും തീരനിതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിക്കൂ ഇതാ ഇതാ ഇതാ. താങ്ക് യു. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി.
നന്മനയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ പൊന്നിൽ വിളകൾ പെയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ ഇതിലൊരു സ്വർഗം തീർക്കും ഞാൻ Sariga pani sappa ga re ni sappa ga pa re ga sariga 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 pa sa pani kama re ga pa re ga pa re ga pa re ga pa sariga re ni pani pa ga re ga sariga 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 pa ni sa
മാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചലത്താൻ ഉത്രാടപ്പൂനിലാവേ Thank you. ആ
ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറും പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവലയിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും സമ്മാനം. പൂക്കോട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരക്കാറ്റിൻ്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ ഇടരുന്നു നിറവയറൂണിൻ്റെ സന്തോഷം. പൂങ്കോടി കസവിട്ടു ഊഞ്ഞാലിലാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം സംഗീതം.
കൊച്ചു പെണ്ണെ കുയിലാലേ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം പൂരമായി പൊടി പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ പങ്കിടങ്ങൾ കുറുവയായി കുഴലുമായി കൊടുമുടി കൊടുക്കരുളും പൂരമായി പൊടി പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ പങ്കിടങ്ങൾ കുറുവയായി കുഴലുമായി കൊടുമുടി കൊടുക്കരുളും പൂരമായി പൊടി പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ പങ്കിടങ്ങൾ കുറുവയായി കുഴലുമായി കൊടുമുടി കൊടുക്കരുളും ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പഴമയും പാരമ്പര്യവും നിറഞ്ഞ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണല്ലോ നാം എല്ലാവരും. കോവിഡ് കൂച്ചുവിലങ്ങിട്ട ഓണനാളുകളാണ് ഇത്തവണ മലയാളികൾക്ക്. ഓണത്തെ ആഘോഷമാക്കാവുന്ന സാഹചര്യങ്ങൾ ഒരിടത്തുമില്ല. അതുകൊണ്ട് തന്നെ ആരവങ്ങളും ആൾക്കൂട്ടവും ഇല്ലാത്ത ഒരു വീട്ടോണമാണ് നമുക്കിക്കുറി. ഈ അവസരത്തിലും നമ്മളോടായി ഓണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ച ശ്രീ വേണുഗോപാല പണിക്കർ സാറിന് എന്റെ വിദ്യാലയത്തിന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഇത്തരം ഒരു സാഹചര്യത്തിലും നമുക്കായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച എന്റെ പ്രിയ അധ്യാപകർക്കും അത് മനോഹരമാക്കിയ കൂട്ടുകാർക്കും എന്റെ വിദ്യാലയത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഏവർക്കും ഓണാശംസകൾ. നന്ദി.